നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇതാണ് പ്രോഗ്രാം. ഇതിൽ ഇൻഡ് ഐ കൊണ്ട് ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ഇൻഡ് ഐ ഈക്വൽ ടു 125 കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ആക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ അത് ഡെസിമൽ സിസ്റ്റത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആയി. ഐ എന്ന വേരിയബിളിൽ 128 ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ ഐ എന്നുള്ളത് ഇൻഡ് ഐ ആണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇൻഡ് ആണ്. അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്നത് 128 എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് വാല്യൂ 10 ആണ്. ബേസ് 10 ആയിട്ടുള്ള ഡെസിമൽ സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് പെർസെന്റേജ് ഓ വെച്ചിട്ടാണ്. ഈ പെർസെന്റേജ് ഓ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഫോർമാറ്റ് സ്പെസിഫയർ. ഫോർമാറ്റ് സ്പെസിഫയർ എന്നാണ് അതിന് പറയുക. കണ്ടാ, പെർസെന്റേജ് ഓ ഈസ് എ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ്ഡ് വിത്ത് ഫംഗ്ഷൻസ് ലൈക്ക് printf, scanf ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും ടു ഹാൻഡിൽ ഒക്ടൽ വാല്യൂസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസെന്റേജ് ഓ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 128 ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഒക്ടൽ വാല്യൂ ആണ്. ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ അതിന്റെ ബേസ് 8 ആണ്. ഈ 128നെ ഒക്ടൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? അതായിരിക്കും നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യിച്ചാൽ കിട്ടുക. printf യൂസ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് printf യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെസിമലിനെ 128നെ നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 128നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒക്ടലിന്റെ ബേസ് എത്രയാണോ 8 ആണ്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ മെത്തേഡാണ് ഈ ഡെസിമൽ ആയിട്ടുള്ള 128നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡെസി ടു ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഡെസിമൽ നമ്പർ ആയ 128നെ ഒക്ടലിന്റെ ബേസ് ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 ടൈംസ് കറക്റ്റ് ആയിട്ട് പോകും. 16 into 8 is equal to 128. റിമൈൻഡർ എത്ര കിട്ടിയ നമുക്ക് 0. കാരണം കറക്റ്റ് ആയിട്ട് പോയി, റിമൈൻഡർ ഒന്നും ഇല്ല. അപ്പൊ റിമൈൻഡർ ഇവിടെ സ്റ്റോർ ചെയ്യാം. പക്ഷെ 16നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ 16നെ 8 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ 2 ടൈംസ് പോകും. അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ടൈംസ് പോകും. അതായത് 2 into 8 is equal to 16. അപ്പോഴും റിമൈൻഡർ 0 കിട്ടിയത് 0 തവണ പോയി. ഈ 2നെ ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നിർത്തുക. ഇപ്പൊ കിട്ടിയത് എത്രയാണോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ അപ്പൊ അവിടെ നിന്ന് നിർത്തുക. റിമൈൻഡേഴ്സ് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എഴുതുക. എത്ര കിട്ടിയുള്ളത് 2 0 0. അപ്പൊ 128 ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്താൽ 200 ആണ് കിട്ടുക. അതിന്റെ ബേസ് 8. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ 200 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. ഈ പ്രോഗ്രാമിന്റെ ആൻസർ 200 പ്രിന്റ് ചെയ്യുക. പെർസെന്റേജ് ഓ വെച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ. ഈ പെർസെന്റേജ് ഡി വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 128 തന്നെ കിട്ടും. പെർസെന്റേജ് ഡി യൂസ് ചെയ്യുന്നത് ഡെസിമല് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റില്ല. പെർസെന്റേജ് ഓ യൂസ് ചെയ്യുന്നത് ഒക്ടൽ പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം GCC ഫയലിന്റെ നെയിം അടിക്കുക. അതിനുശേഷം റൺ ചെയ്യുക. കണ്ടാ 200 ആണ് നമുക്ക് ആൻസർ കിട്ടിയുള്ളത്. കറക്റ്റ് ആണ്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. ഇതാണ് പ്രോബ്ലം. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം അൺസൈൻഡ് ഇൻഡ് കൊണ്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അൺസൈൻഡ് ഇൻഡ് നം ഈക്വൽ ടു 0x3031. ഈ 0x എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിന് ഉദ്ദേശിച്ചത് പ്രിഫിക്സ് ആണ്. അത് ഹെക്സാഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 0x യൂസ് ചെയ്യുക. ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 0x30 ആണ്. ഈ ഹെക്സാഡെസിമലിനെ നമ്മൾ ആദ്യം ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 0x3031 ബേസ് 16 ആയിട്ടുള്ള ഈ വാല്യൂനെ ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബൈനറി വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെസിമൽ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ 0x30 ഈ ഓരോ 3നെ നമ്മൾ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യും. ഈ ഓരോ വാല്യൂസിന് 3031 അതൊക്കെ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യും. 3നെ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്ത 00 എങ്ങനെയാണ് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ഹെക്സാഡെസിമലിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓരോ ബിറ്റും 4 ബിറ്റ് റെപ്രസെന്റേഷൻ ചെയ്യും. 3നെ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്ത 001, 0നെ 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്ത 000, 3നെ 0011, 4നെ 0001. ഇതാണ് ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ബൈനറി റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ക്യാരക്ടർ CH കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ക്യാരക്ടർ CH, ക്യാരക്ടറിന്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. ക്യാരക്ടറിന്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. 64 ബിറ്റ് ആർക്കിടെക്ചറിൽ ഒരു എല്ലാത്തിനും ക്യാരക്ടറിന്റെ സൈസ് 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് CH is equal to num. CH is equal to num.
അപ്പൊ നമ്മിത്തെ വാല്യൂ ആണ് നമ്മൾ CH ക്ക് സ്റ്റോർ ചെയ്യുന്നത്. CH പറഞ്ഞ 1 ബൈറ്റ് ആണ്. അപ്പൊ 1 ബൈറ്റിൽ 8 ബിറ്റ് സ്റ്റോർ ആവും. അപ്പൊ ഈ ലാസ്റ്റത്തെ ഈ 8 ബിറ്റ് ആണ് CH ലേക്ക് സ്റ്റോർ ആവും. അപ്പൊ ഈ 8 ബിറ്റിന്റെ വാല്യൂ എന്താണ്? അതാണ് നമ്മുടെ CH ലേക്ക് സ്റ്റോർ ആവുക. ക്യാരക്ടർ CH ലേക്ക് സ്റ്റോർ ആവുന്നത് ലാസ്റ്റ് 8 ബിറ്റ് ആണ്. ഈ 8 ബിറ്റിന്റെ വാല്യൂ എത്രയാണ് നോക്കി നോക്കാം. ഈ 8 ബിറ്റിന്റെ വാല്യൂ പറഞ്ഞാൽ ഇതാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. 00110001. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 1, 2, 4, 8, 16, 32. അപ്പൊ 32 ഉണ്ട്, പിന്നെ 16ന്റെ അവിടെ ഉണ്ട് 1, പിന്നെ ഈ 1ന്റെ അവിടെ 1 ഉണ്ട്. എവിടേക്കാണ് 1 ഉള്ളത് ആ വാല്യൂസ് കൂട്ടുക. 32, 60, 1 മൂന്ന് കൂടി കൂട്ടി കഴിഞ്ഞാൽ 49 ആണ് ഇതിന്റെ വാല്യൂ. ഈ ഇതിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 49. CH ൽ ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഏതാണ് വാല്യൂ? 49 ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി പ്രിന്റ് ഓഫ് പെർസെന്റേജ് C പെർസെന്റേജ് D. പെർസെന്റേജ് C എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. ക്യാരക്ടർ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പെർസെന്റേജ് C യൂസ് ചെയ്യും. പെർസെന്റേജ് D യൂസ് ചെയ്യുന്നത് ASCII വാല്യൂ പ്രിന്റ് ചെയ്യാൻ. അതായത് നമ്മുടെ സിസ്റ്റത്തിന് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക ASCII വാല്യൂലാണ്. അവിടെ പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ 49 ASCII വാല്യൂ ആയിട്ടുള്ള ക്യാരക്ടർ അതേതാണോ അതാണ് പ്രിന്റ് ചെയ്യുക. 49 ASCII ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ പറഞ്ഞാൽ 1 ആണ്. ASCII ടേബിൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 49 ക്യാരക്ടർ ആയിട്ടുള്ളത് 49, 49 കറസ്പോണ്ടിങ് ക്യാരക്ടർ പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 49 കറസ്പോണ്ടിങ് നമ്മൾ പെർസെന്റേജ് C വെച്ചിട്ട് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ക്യാരക്ടർ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ ക്യാരക്ടറും ASCII വാല്യൂ വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ എത്രയാണ്? 49. അപ്പൊ നമ്മുടെ 49 വാല്യൂ ജസ്റ്റ് ചെക്ക് ചെയ്യുക. 49 ഈ ഡെസിമലിൽ 49 വാല്യൂ ഇവിടെയാണ് കിടക്കുന്നത്. പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ അത് കറസ്പോണ്ടിങ് ക്യാരക്ടർ വാല്യൂ 1 ആണ്. അപ്പൊ പെർസെന്റേജ് C വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്താ? 1 എന്നായിരിക്കും കിട്ടുക. ഈ പെർസെന്റേജ് D വെച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതാണ് വാല്യൂ കിട്ടുള്ളത് അതേ വാല്യൂനായിരിക്കും പ്രിന്റ് ചെയ്യുക. നമ്മുടെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എത്രയാണോ 49 ആണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ആദ്യത്തെ പെർസെന്റേജ് C വെച്ചാൽ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ 49 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂ അത് എത്ര നമ്മളിപ്പോ കണ്ടത്? 49 കറസ്പോണ്ടിങ് ASCII വാല്യൂ ആയിട്ടുള്ളതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഇവിടെ 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെ പെർസെന്റേജ് D വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ വാല്യൂ എത്രയാണ്? അത് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. 49 എന്ന് പ്രിന്റ് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, റൺ ചെയ്യുക. GCC MCQ അതിനുശേഷം കമ്പയർ ചെയ്തതിനു ശേഷം റൺ ചെയ്യും. ആദ്യത്തിന്റെ 1 എന്ന് കിട്ടി, 49 എന്ന് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തി. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ എന്താണ് മാറ്റം വരുത്തിയിട്ടുള്ളത്? ഇവിടെ ഞാൻ CH കൊണ്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. അതായത് CH കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ആക്കി. അതിലേക്ക് സ്റ്റോർ ചെയ്തത് 65 ആണ്. അതിനുശേഷം ഞാൻ പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യിച്ചു. പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ക്യാരക്ടർ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. 65ന് കറസ്പോണ്ടിങ്, അതായത് ASCII വാല്യൂ 65ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ ഏതാണോ ആ ടേബിളിൽ നിന്ന് ചെക്ക് ചെയ്യുക. ആ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. അപ്പൊ ASCII വാല്യൂ 65 എത്രയാണ്? ASCII വാല്യൂ 65 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ ക്യാപിറ്റൽ A ആണ്. അപ്പൊ നമ്മളിവിടെ ആദ്യം പെർസെന്റേജ് C വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ A ആണ്. അടുത്ത എന്താ പ്രിന്റ് ചെയ്യുന്നത്? പെർസെന്റേജ് D വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ഏതാണോ അവിടെ ഉള്ള വാല്യൂ 65, ഏതാണോ ഡെസിമൽ വാല്യൂ അതേ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? A പ്രിന്റ് ചെയ്യും. അതിനുശേഷം പെർസെന്റേജ് എന്നുള്ളത് ന്യൂ ലൈനിൽ 65 പ്രിന്റ് ചെയ്യും. പിന്നെ വീണ്ടും പെർസെന്റേജ് പെർസെന്റേജ് വീണ്ടും അടുത്ത ലൈൻ. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? A65 എന്നാണ് വരിക. Aയും പ്രിന്റ് ചെയ്യും, 65 പ്രിന്റ് ചെയ്യും. ജസ്റ്റ് അത് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. ആദ്യം സേവ് ചെയ്തതിനു ശേഷം കമ്പൈൽ ചെയ്യുക. GCC ഉദ്ദേശിക്കുന്നത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്യാനുള്ള ഫയലാണ് .ഔട്ട്. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ Aയും 65 കിട്ടും. അപ്പൊ പെർസെന്റേജ് C പ്രിന്റ് ചെയ്യിച്ചാൽ നമുക്ക് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII ടേബിളിലത്തെ ക്യാരക്ടർ വാല്യൂ പ്രിന്റ് ചെയ്യും. പെർസെന്റേജ് D വെച്ച് പ്രിന്റ് ചെയ്യിച്ചാൽ അതേ വാല്യൂ തന്നെ, ആ ഡെസിമൽ വാല്യൂ ഏതാണോ അതന്നെ പ്രിന്റ് ചെയ്യും.